ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച സ്നോലാൻഡ് എക്സ്പോ അതേക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഓണാഘോഷ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ സ്നോലാൻഡ് എക്സ്പോ എന്നുള്ള പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങളും അങ്ങനത്തെ ചെറിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ ഈ ഒരു സീസണിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇവിടെ എന്തായാലും കണ്ണൂർ പോലീസ് മൈതാനിയിൽ സ്നോലാൻഡ് എക്സ്പോ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യൂട്യൂബർ KL ബ്രോ ബിജു ഋതിക് എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ഘാടനം ആഗസ്റ്റ് 25-ാം തീയതിയായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നിലവിൽ 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ 120 രൂപയ്ക്ക് മുതലാകുമോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് അതിന് ശേഷം നമുക്ക് അപ്പുറത്തായിട്ടുള്ള ഇപ്പോൾ ഏകദേശം ഒരു തുടക്കത്തിലായതുകൊണ്ട് ഏകദേശം പണി പൂർത്തിയാവുന്നതേ ഉള്ളൂ പുറത്തുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ച് നീറ്റാവും. അപ്പം ടിക്കറ്റ് എടുത്തിട്ട് മേലെ പോയിട്ട് അതിൻ്റെ സെക്യൂരിറ്റിൻ്റെ അടുത്താണ് പിന്നെ ടിക്കറ്റ് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് മുറിച്ചിട്ട് നമ്മളെ കയ്യിലോട്ട് തരും. അതിന് ശേഷം നമുക്ക് പിന്നെ ഈ പടി കയറിയിട്ട് വീണ്ടും ഒരു തട്ട്, അതിന് ശേഷം താഴോട്ടേക്കൊരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സ്നോ ലാൻഡ്, അതായത് മഞ്ഞുകളുടെ ഒരു കുടിലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തണുത്ത പ്രവാഹങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നല്ല അതിമനോഹരം, നല്ല ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപാട് തന്നെ ഉണ്ടാകുന്നത്. ഇപ്പുറത്തായിട്ട് തന്നെ നല്ല അന്റാർട്ടിക്കയിൽ പോയ എൻ്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കവാടത്തിനുള്ളിലായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിൽ കയറുന്തോറും പ്രത്യേകിച്ചൊരു നല്ലൊരു അനുഭവം തന്നെ. തണുത്തൊരു നല്ലൊരു പ്രത്യേകതരം കുളിർമ, തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഇവിടെ പോകുന്ന വഴിയിലൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ക്യാമറകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടങ്ങൾ നല്ല സ്പോഞ്ചിനെ കൊണ്ട് തീർത്ത നല്ല ഉന്നം സ്പോഞ്ച് ഉന്നത്തിൻ്റെ ഇതാണ്. നല്ല പ്യൂർ ഉന്നം കൊണ്ട് തീർത്ത ഒരു ഇത് നമ്മളെ സ്നോമാനും പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഇഗ്ലു എന്നെല്ലാം പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം അറിയാൻ പറ്റുമോ. അതിൻ്റെ ഉള്ളിലായിട്ട് കിടന്നിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ അതുപോലത്തെ അന്റാർട്ടിക്കയിൽ ഞാനിതുവരെ പോയിട്ടില്ല, എന്നാലും അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. കണ്ട മൂപ്പർ നല്ല ഉറക്കമാണ്. ഇഗ്ലു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് നമ്മൾ കയറിയപാടെ ഇവിടുന്ന് അങ്ങോട്ടായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ പെൻഗ്വിൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക, മുഴുവനായിട്ടും കാണുക. ഓക്കെ.
അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന സമയത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് സെൽഫി എടുക്കാനും ഇങ്ങനത്തെ ഇതുപോലുള്ള സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു കവാടം മാതിരി അതിൻ്റെ ഒരു കുടിൽ മാതിരി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് സെൽഫി എടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ നിങ്ങൾക്ക് സെൽഫി എടുക്കാനും കുട്ടികളൊക്കെ കളിച്ച് ആസ്വദിച്ചു കൊണ്ട് നടന്നു പോകാൻ കുറച്ചൊരു നേരം നല്ല തണുപ്പ് കൊള്ളാം. 120 രൂപ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് തണുപ്പ് കൊള്ളാൻ പറ്റുന്നൊരു നല്ലൊരു സാഹചര്യം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പരമാവധി മുതലാക്കി. കുറച്ച് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത്രയേ കാണാനുള്ളൂ എന്ന് മനസ്സിലാവും. അപ്പോൾ പരമാവധി നിങ്ങൾ മെല്ലെ സാവധാനത്തിൽ ഇതിൻ്റെ ഉള്ളിൽ പരമാവധി സ്പ്രെഡ് ചെയ്തിട്ട് പോവാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ട വാട്ടർ ഫോൾസ് അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണാൻ ഒരു കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് ഇതിനുള്ളിലായിട്ടുള്ളത്. പരമാവധി നിങ്ങൾ എന്തായാലും കൊടുക്കുന്ന പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ തന്നെ ആസ്വദിക്കുക. ഇതൊക്കെ കണ്ട് കുറച്ച് നടക്കുമ്പോൾ പിന്നെ വരുന്നത് സ്റ്റാളുകളാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ബാക്കിയുള്ള കാഴ്ച കൂടി കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ എൻഡിലായിട്ട് എത്തിയിട്ടുണ്ട്. എൻഡിലായിട്ട് എത്തുമ്പോൾ ഇവിടെയും കുറച്ച് നല്ല ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളിപ്പോൾ 120 രൂപ കൊടുത്തതിനുള്ളിൽ കയറുമ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്യുക, നല്ല തണുപ്പൊക്കെ ആസ്വദിക്കുക. അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ പരമാവധി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ആ തണുത്ത പ്രവാഹം എന്താക്കുക, ആസ്വദിക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ വരുന്ന വഴിയിലായിട്ട് കണ്ടോ, ഇത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ലൊരു എന്താ പറയുക, ഈ സ്ഥലത്ത് ഇത് ശരിയായിട്ടുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നൊരു ഫീലിംഗ് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ചെറുകിട വ്യവസായ സ്റ്റാളുകളാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൂടി നമുക്ക് കാണാം.
സ്നോ ലാൻഡ് എക്സ്പോ അതായത് ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കുളിർമേകുന്ന കുളിര് കൊണ്ട് കാണാൻ പറ്റിയ കാഴ്ചകൾ. ഇനി ബാക്കി ഇങ്ങോട്ട് ഇറങ്ങിയാൽ സാധാരണ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂടാണ്. അപ്പോൾ ഇനിയിപ്പം ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളാണ്. കൈത്തറി വസ്ത്രങ്ങളായാലും മറ്റ് പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന കരകൗശല വസ്തുക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള തൊട്ടിലുകൾ, പിന്നെ മറ്റുള്ള പല ഇതും കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഉടനായിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, ഞാൻ എന്നും പറയും പോലെ ഇനി കണ്ണൂരിൽ ഇത്തരം പരിപാടികൾ, കണ്ണൂരിലും മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോൾ അത് ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പൈസ വസൂലാകുമോ, കൊടുക്കുന്ന പൈസക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നും കൂടെ ഉണ്ടാവണം. ഇവിടെയൊക്കെ സ്റ്റാള് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അഥവാ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ഇടാനൊന്നും അറിയില്ല. സംഘടകരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ട് ഇനി അതിന് ശേഷം ഇറങ്ങിയാൽ കാണുന്ന ഫുഡ് കോർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പല ഐസ്ക്രീം ഓയിലും മറ്റ് കച്ച് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കിടന്നിട്ട് എല്ലാം തിന്നാൻ പറ്റും. അത്രയും വിശാലമായ ഒരു സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മുമ്പോട്ടേക്ക് നടന്നാൽ കുട്ടികൾക്ക് കളിച്ച് ആസ്വദിക്കാനുള്ള തൊട്ടിലുകളും മറ്റ് ഗെയിമുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ.